സ്വർണ്ണ ഭൂഖണ്ഡം. ആഫ്രിക്കയിലെ സ്വർണ്ണ ഖനനത്തിൻ്റെ തുടക്കവും കണ്ടെത്തലും, സാമ്രാജ്യങ്ങൾ, കൊളോണിയൽ കാലം, ഇന്നത്തെ അവസ്ഥ, ഇത്രയും കാര്യങ്ങളാണ് നാം ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഭൂമിയുടെ ഗർഭത്തിൽ പിറന്ന മഞ്ഞ ലോഹം. മനുഷ്യൻ സംസാരിക്കാൻ പഠിക്കുന്നതിന് മുൻപേ, രാജ്യങ്ങൾ രൂപപ്പെടുന്നതിന് മുൻപേ ആഫ്രിക്കയുടെ മണ്ണിനുള്ളിൽ ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. അത് സ്വർണം. ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ ഉള്ളിൽ നടന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പങ്ങളും വലിയ സമ്മർദ്ദങ്ങളും ഈ മഞ്ഞ ലോഹത്തെ പാറകളുടെ ഉള്ളിൽ കുടുക്കി. ആഫ്രിക്ക ലോകത്തിന്റെ ഏറ്റവും പഴക്കമുള്ള ഭൂഖണ്ഡമായതിനാൽ ഇവിടെ രൂപപ്പെട്ട സ്വർണശിലകൾ കാലം തകർക്കാതെ നിലനിന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ഖനികളും ഏറ്റവും ശുദ്ധമായ സ്വർണവും ആഫ്രിക്കയിൽ ലഭിക്കുന്നത്. ആദിമ മനുഷ്യനും സ്വർണവും. ആദ്യ മനുഷ്യർ സ്വർണം കണ്ടത് നദികളുടെ തീരങ്ങളിലാണ്. നൈൽ, നൈജർ, കോൺഗോ. വെള്ളം ഒഴുകുമ്പോൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന മഞ്ഞക്കണങ്ങൾ. അവർ അത് ആയുധമാക്കിയില്ല, പണം ആക്കിയില്ല. അവർ അത് ദൈവത്തിൻ്റെ സമ്മാനം എന്ന് വിശ്വസിച്ചു. ചില ആഫ്രിക്കൻ ഗോത്രങ്ങൾ പറയുന്ന ഒരു പഴയ കഥയുണ്ട്. സൂര്യൻ ഭൂമിയെ ചുംബിച്ചപ്പോൾ വീണ കണ്ണീർ ആണ് സ്വർണം. ഈജിപ്ത്, സ്വർണം ദൈവമായ ദേശം. പ്രാചീന ഈജിപ്തിൽ സ്വർണം ഒരു ലോഹമല്ല, അത് അമരത്വത്തിൻ്റെ ചിഹ്നം ആയിരുന്നു. ഫറവോന്മാർ വിശ്വസിച്ചത് ദൈവങ്ങളുടെ ശരീരം സ്വർണത്തിലാണ് നിർമ്മിച്ചത് എന്ന്. നുബിയ, ഇന്നത്തെ സുഡാൻ. ഈ പ്രദേശത്തെ സ്വർണ്ണഖനികൾ ഈജിപ്തിൻ്റെ ശക്തിയുടെ അടിത്തറയായിരുന്നു. അടിമകളെ കൊണ്ട് മരുഭൂമിയിൽ ആഴത്തിൽ ഖനനം ചെയ്തു. അവിടെ ചൂട്, ദാഹം, മരണഭയം. എന്നിട്ടും ഖനനം തുടർന്നു. കാരണം ഫറവോൻ മരിച്ചാലും അവൻ്റെ സ്വർണം അവനോടൊപ്പം പോകണം. ശവകുടീരങ്ങൾ പറയുന്ന സത്യം. ടുട്ടൻഖാമിൻ്റെ ശവകുടീരം തുറന്നപ്പോൾ ലോകം ശ്വാസം മുട്ടി. സ്വർണ്ണ മുഖാവരണം, സ്വർണ്ണ കപ്പലുകൾ, സ്വർണ്ണ സിംഹാസനം. അത് ഒരു കാര്യം പറഞ്ഞു. ആഫ്രിക്ക സ്വർണത്തിൽ ദാരിദ്ര്യമല്ല, ചരിത്രം അത് മറച്ചുവെച്ചു. സഹാറ മണലിലൂടെ ഒഴുകിയ സ്വർണ്ണ നദി. സഹാറ മരുഭൂമി ഒരു തടസ്സമായിരുന്നില്ല, അത് ഒരു പാതയായിരുന്നു. ഒട്ടകങ്ങൾ ചരക്ക് വഹിച്ചു. ഉപ്പ്, പുസ്തകങ്ങൾ, ആയുധങ്ങൾ, സ്വർണം. ട്രാൻസ് സഹാറൻ വ്യാപാരം ആഫ്രിക്കയിലെ ലോകവുമായി ബന്ധിപ്പിച്ചു. ഘാന, മാലി, സോങ്കായ് സ്വർണ സാമ്രാജ്യങ്ങൾ. ഘാന സാമ്രാജ്യം ലോകത്ത് അറിയപ്പെട്ടത് ലാൻഡ് ഓഫ് ഗോൾഡ് എന്ന പേരിലാണ്. പക്ഷേ രാജാവിന് ഒരു നിയമം ഉണ്ടായിരുന്നു. സ്വർണ്ണക്കഷ്ണം രാജാവിൻ്റേതാണ്, പൊടി ജനങ്ങളുടേതാണ്. മൻസ മൂസ, സ്വർണം ലോകത്തെ കുലുക്കിയ മനുഷ്യൻ. 1324 മാലി സാമ്രാജ്യത്തിൻ്റെ രാജാവ് മൻസ മൂസ ഹജ്ജിന് പുറപ്പെട്ടു. അവനൊപ്പം ആയിരങ്ങൾ, ഒട്ടകങ്ങൾ, ടൺ കണക്കിന് സ്വർണവും. കൈറോയിൽ അവൻ സ്വർണം വിതരണം ചെയ്തു. ഇതിൻ്റെ ഫലം സ്വർണത്തിൻ്റെ വില ഇടിഞ്ഞു. ലോകം ചോദിച്ചു, ഇത്ര സ്വർണം വരുന്നിടം എവിടെയാണ്? ഉത്തരം ഒന്നേ ഉള്ളൂ, ആഫ്രിക്ക. യൂറോപ്യൻ കണ്ണുകൾ സ്വർണത്തിലേക്ക്. പോർച്ചുഗീസ്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്. അവർ ആദ്യം അന്വേഷിച്ചത് ആത്മാവല്ല, സംസ്കാരമല്ല, സ്വർണമാണ്. ആഫ്രിക്കയുടെ തീരങ്ങൾ ഗോൾഡ് കോസ്റ്റ് ആയി മാറി. ഇന്നത്തെ ഘാനയാണ് അത്. സ്വർണവും അടിമ വ്യാപാരവും. സ്വർണം മാത്രം പോരാ, ഖനനം ചെയ്യാൻ മനുഷ്യർ വേണം. അടിമ വ്യാപാരം തുടങ്ങി. ഒരു ദാരുണ സത്യം, സ്വർണം കണ്ടെത്തിയ സ്ഥലങ്ങൾ മനുഷ്യരുടെ കബറിടങ്ങളായി. ദക്ഷിണ ആഫ്രിക്ക, ഭൂമിയുടെ അടിത്തട്ടിലെ നരകം. 1886 വിറ്റ് വാട്ടേഴ്സ് റാൻഡ്, ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണശേഖരം. ഖനികൾ. 8 കിലോമീറ്റർ ആഴവും 50 ഡിഗ്രി സെൽഷ്യസ് ചൂടും, ശ്വാസം മുട്ടുന്ന വായു, കറുത്ത തൊഴിലാളികൾ,
വെളുത്ത കമ്പനികൾക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തി. ആധുനിക ഖനനം, പുതിയ മുഖം, പഴയ വേദന. ഇന്ന് മൾട്ടിനാഷണൽ കമ്പനികൾ, മോഡേൺ മെഷീൻസ്, സാറ്റലൈറ്റുകൾ. പക്ഷേ ദരിദ്ര ഗ്രാമങ്ങൾ, മലിനമായ നദികൾ, കുട്ടിത്തൊഴിലാളികൾ. ചോദ്യം മാറിയില്ല. ആഫ്രിക്ക സ്വർണത്തിൽ സമ്പന്നമായിട്ടും ജനങ്ങൾ ദാരിദ്ര്യത്തിൽ തന്നെയാണ്. എന്തുകൊണ്ട്? അവസാന അധ്യായം. സ്വർണശാപം. സ്വർണം ആഫ്രിക്കയ്ക്ക് അനുഗ്രഹമായിരുന്നു, പക്ഷേ അത് ശാപമായി മാറി. മറ്റുള്ളവർ നിയന്ത്രിച്ചപ്പോൾ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം സ്വർണം ഇനിയും ആഫ്രിക്കയുടെ മണ്ണിനുള്ളിൽ ഉറങ്ങുകയാണ്. ഒരിക്കൽ അത് ജനങ്ങൾക്ക് വേണ്ടി തിളങ്ങുമോ?